ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സെമി ന്യൂഡ് കണ്ടന്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ ന്യൂഡ് കണ്ടന്റ്സ് നമ്മൾ അതതിനകത്ത് കണ്ടിട്ടില്ല. ഇടാൻ പറ്റത്തില്ലല്ലോ. ഓ. ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കിലോ ഇത് തരത്തില്ല, നമുക്ക് ആക്സസ് തരത്തില്ല. ഉം. കാരണം റിപ്പോർട്ട് വരും. അൽഗോരിതത്തിന് നമ്മുടെ ഉം. ഇന്ത്യയിൽ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്, എനിക്കറിയില്ല അതിന്റെ മെറ്റയുമായിട്ടുള്ള ഉം. ഒരു ഇതാണ്. നമുക്ക് ചെയ്യുന്നവരുണ്ട്. ഉം. പക്ഷെ ഞാൻ എപ്പോ ഇട്ട് കഴിഞ്ഞാലും അതിന് റിപ്പോർട്ടാണ്. ഞാൻ അപ്പൊ ഓൾറെഡി ന്യൂഡ് കണ്ടന്റ്സ് പോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തിട്ടുണ്ട്, ഉം. സെമീനൂടും ചെയ്തിട്ടുണ്ട്. ഉം. തമ്പിച്ചേട്ടന്റെ ഒരു ഓർണമെന്റ്സ് ഷൂട്ട് ഞാൻ ഉം. പറഞ്ഞില്ലേ, ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ. ആ ഷൂട്ടിന്റെ ഞാൻ ഒറ്റയ്ക്കുള്ളതുണ്ട്. അതിട്ടു മൂന്നാമത്തെ ദിവസം റിപ്പോർട്ട് വന്നു. കാരണം അതിലൊന്നും കാണുന്നില്ല, ജസ്റ്റ് ഓർണമെന്റ്സ് മാത്രമേ ഞാൻ ഉള്ളൂ. കണ്ടിരുന്നു ആ പക്ഷെ അത് ഷൂട്ട്. ഞാൻ ഒറ്റയ്ക്കുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് റിപ്പോർട്ട് വന്ന് അക്കൗണ്ട് പൂട്ടിച്ചു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റഗ്രാമിൽ ഈ ന്യൂഡ് കണ്ടന്റ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ വരുമാന മാർഗം നേരെ നേരെ പോകും. അതിന്റെ അകത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. വേണമെങ്കിൽ ആരെങ്കിലും പോയിട്ട് എത്ര 100 അക്കൗണ്ട് ഇതുപോലെ പൂട്ടി പോയിട്ടുണ്ട്? ഒരു 3-4 എണ്ണം പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ തളരില്ല, വീണ്ടും വീണ്ടും അക്കൗണ്ടുകൾ എന്തിനാണ് തളരണത്? ഞാൻ ചോദിക്കണേ, ഞാൻ കഷ്ടപ്പെട്ടാണ് മുൻപോട്ട് വരുന്നത്. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യണില്ല. ഒരു മനുഷ്യനോട് ചേട്ടാ എനിക്കൊരു 50,000 രൂപ താ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരാൾ പോലും എന്റെ അക്കൗണ്ടിൽ വന്നിട്ട് ഗൗരി ഒരാൾക്ക് പൈസ തരാനുണ്ടെന്ന് പറയില്ല. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും കടം മേടിച്ചിട്ടില്ല, കൊടുക്കാനും ഇല്ല. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും നമുക്ക് എവിടെ വേണേലും സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ആരുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടില്ല. നേരെ വാ നേരെ പോ. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല.